ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ELRകളെ പറ്റിയാണ്. അതായത് എർത്ത് ലീക്കേജ് റിലേ എന്നറിയപ്പെടുന്ന ELRനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മളുടെ കണ്ടന്റിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ELR എന്ന ഡിവൈസ് ഈ ഒരു പേരിൽ നിന്ന് തന്നെ സൂചിപ്പിക്കുന്നതിൽ തന്നെ എർത്ത് ലീക്കേജിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻസിൻ്റെയൊക്കെ എർത്ത് ലീക്കേജ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാനായിട്ടാണ് നമ്മുടെ ഈ ELR ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷനാണ് ELR ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഒരു സംശയം ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ RCCBയുമായി ELRന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും നമ്മുടെ RCCBയുമായിട്ട് ELRന് നല്ലൊരു ബന്ധമുണ്ട്. കാരണം എന്ന് പറയുന്നത് RCCBയുടെ അതേ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ തന്നെയാണ് നമ്മുടെ ELR പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ RCCBയുടെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് രൂപം ആണ് നമ്മുടെ ELR എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RCCBയെ സംബന്ധിച്ചിടത്തോളം RCCB എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് യൂണിറ്റ് ആണ്. അതായത് നമ്മളുടെ ട്രിപ്പിംഗ് മെക്കാനിസവും അതുപോലെ തന്നെ നമ്മളുടെ ട്രിപ്പിംഗ് റിലേയും അതുപോലെ തന്നെ CB-CTയും ബ്രേക്കറും എല്ലാം കൂടെ ചേർന്ന ഒരു കംപ്ലീറ്റ് ഒരു യൂണിറ്റായിട്ടാണ് നമ്മുടെ RCCBയെ കണക്കാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ELRനെ സംബന്ധിച്ചിടത്തോളം അതിൽ നമ്മൾ CB-CT സെപ്പറേറ്റ് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ELR എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒരിക്കലും നമുക്ക് ലോഡിൽ കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അതായത് ELR എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്കറുകൾക്ക്, അതായത് നമ്മളുടെ PCBയോ ACBയോ MCCBയോ എന്നിങ്ങനെയുള്ള ബ്രേക്കറുകൾക്ക് ട്രിപ്പ് ചെയ്യാനുള്ളൊരു ട്രിഗർ മാത്രമാണ് കൊടുക്കുന്നത്. അതായത് ഡയറക്റ്റ് ഒരിക്കലും നമുക്ക് ലോഡിൽ കണക്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് സാരം. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൽ നിന്നും ഇപ്പോൾ നമ്മുടെ RCCBയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ELRന് എന്താണ് ഇതിന് മാത്രം മികച്ചത്? അപ്പം നമ്മൾ ഒരു നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഒരൊറ്റ യൂണിറ്റായിട്ട് വരുന്ന RCCB അല്ലേ ഉപയോഗിക്കാൻ പറ്റുന്നത്, അതല്ലേ നല്ലത് എന്നൊരു തോന്നൽ വരും. സത്യത്തിൽ അതല്ല. കാരണം RCCBയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ലോഡിൻ്റെ ഒരു കൺസേണും കൊണ്ടുണ്ട്. അതായത് RCCBയുടെ ലോഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ലോഡിൽ മാത്രമേ നമുക്ക് RCCBയെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഉയർന്ന ലോഡുകളിലേക്ക് പോകുമ്പോൾ, അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ ലോഡിൽ കണക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ELR എന്ന് പറയുന്നത് ഉയർന്ന ലോഡുകളിലൊക്കെ ഉപയോഗിക്കാം. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് RCCBയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ലോഡിലേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, എന്നാൽ ELR ഉയർന്ന ലോഡിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ള ഏറ്റവും വലിയ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് RCCB എന്ന് പറയുന്നത് ഒരു പ്രീഫിക്സ് ആയിട്ടുള്ള ഒരു ട്രിപ്പിംഗ് കറണ്ട് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് 30 മില്ലി ആംപിയറിന് ട്രിപ്പ് ആകുന്നത് 100 മില്ലി ആംപിയർ, 300 മില്ലി ആംപിയർ എന്നിങ്ങനെ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത ഒരു കറണ്ടിൽ മാത്രമേ നമുക്ക് RCCBയെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ ELRകളിലേക്ക് വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ട്രിപ്പിംഗ് കറണ്ടും അതുപോലെ തന്നെ ട്രിപ്പിങ്ങിൻ്റെ എടുക്കുന്ന സമയവും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത് എത്ര അളവിൽ എത്ര ലീക്കേജ് കറണ്ട് ഉണ്ടാകുമ്പോൾ ട്രിപ്പ് ചെയ്യണമെന്ന്, അതുപോലെ തന്നെ എത്ര സമയത്തേക്കും ലീക്കേജ് കറണ്ട് ഉണ്ടാകുമ്പോൾ ട്രിപ്പ് ആകണം എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജും നമുക്ക് ഈ ഒരു ELR ഉപയോഗിക്കുന്നത് കൊണ്ട് കിട്ടുന്നതാണ്. ഇനി ഇപ്പോൾ നമുക്ക് ELRൻ്റെ ഒരു പ്രധാനമായിട്ട് ELR കാണുമ്പോൾ സമയത്ത് അതിലുള്ള പ്രധാന ഭാഗങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന കൺട്രോൾസിനെ പറ്റിയും ഒക്കെ ഒന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ELRൻ്റെ അത് പ്രധാനമായിട്ട് നമുക്കൊരു 6 കൺട്രോൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ELRൻ്റെ കറണ്ട്, എത്ര അളവിലാണ് ഈ ലീക്കേജ് സംഭവിക്കുമ്പോൾ ട്രിപ്പ് ആകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന കറണ്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഡിപ്പ് സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. 2 എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് നേരത്തേക്കിന് ഈ ഒരു എത്ര ടൈമിംഗ് നേരത്തേക്കിന് ഈ ഒരു ലീക്കേജ് സംഭവിച്ചാലാണ് ട്രിപ്പ് ആകേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു ഡിപ്പ് സ്വിച്ച് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ 2 എണ്ണം അവിടെ കാണാൻ സാധിക്കും. 3ാമത് എന്ന് പറയുന്നത് ELR ഹെൽത്തി ആണോ അല്ലയോ എന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ. 4 എന്ന് പറയുന്നത് നമ്മളുടെ ELR ഫോൾട്ടിലേക്ക് പോയി എന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ. 5 എന്ന് പറയുന്നത് ELRൻ്റെ ഒരു ടെസ്റ്റ് സ്വിച്ച്, അതായത് നമുക്ക് മെക്കാനിക്കലി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രശ്നമൊന്നും ഇല്ലേ എന്ന് മെക്കാനിക്കലി നമ്മുടെ RCCBയിലൊക്കെ കാണുന്ന ഒരു ടെസ്റ്റ് സ്വിച്ചും അവിടെ ഉണ്ട്. ഇനിയും അടുത്തതായിട്ടുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ റീസെറ്റ് ബട്ടണാണ്. അത് റീസെറ്റ് ബട്ടൺ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ELR ട്രിപ്പായി അല്ലെങ്കിൽ ട്രിപ്പായിട്ട് ഇത് പിടിച്ചിട്ട് ഫോൾട്ടിലേക്ക് പോകുന്നു, ELR ഫോൾട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ELR പിന്നെ തിരിച്ച് റീസെറ്റ് ചെയ്താൽ മാത്രമേ ഈ ELR നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, ഇത്രയും ഇൻഡിക്കേഷനാണ് നമുക്ക് ELR നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു വാല്യൂ, ഒരു ലീക്കേജ് കറണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു, അതിൻ്റെ സമയവും നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഒരു
ലീക്കേജ് സംഭവിച്ചു, അത്രയും നേരത്തേന് ആ ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ELRയിൽ ആ ഒരു നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂമായി കമ്പയർ ചെയ്ത് ട്രിപ്പാകാനുള്ള ഒരു സിഗ്നൽ നമ്മളുടെ ബ്രേക്കറിലേക്ക്, അതായത് MCCBയിലേക്കോ PCBയിലേക്കോ ACBയിലേക്കോ ട്രിപ്പിംഗ് കോയിലിലേക്ക് ഇത് കൊടുക്കുന്നു. അത് അത് ആ ഒരു ബ്രേക്കർ ട്രിപ്പാക്കുന്നു. അങ്ങനെ ട്രിപ്പാക്കിയ സമയത്ത് നമ്മൾ ആ ELR നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്രയും നേരം ഹെൽത്തി ഇൻഡിക്കേഷൻ കാണിച്ച ഒരു ELR നേരെ ഫോൾട്ട് ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ്. അതായത് ELR ട്രിപ്പായി അല്ലെങ്കിൽ ELR ആക്റ്റായി അത് ഫോൾട്ടിലേക്ക് പോയി എന്നാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പോയി ആ ഒരു ബ്രേക്കർ ഓൺ ആക്കാൻ ശ്രമിച്ചാൽ ആ ബ്രേക്കർ ഓൺ ആകില്ല. കാരണം അപ്പോഴും ELR എന്ന് പറയുന്നത് ഫോൾട്ട് കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഇനി ആ ഫോൾട്ടിനെ നമ്മൾ തിരിച്ച് ആ ഒരു റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് ഹെൽത്തി കണ്ടീഷനിലേക്ക് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ബ്രേക്കർ ഓൺ ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ELRൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു ELRൻ്റെ ഈ ഒരു പ്രധാനമായിട്ടുള്ള കണക്ഷനുകളെ പറ്റിയൊക്കെ നോക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ELRകളെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്, സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ELRനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും 3 കണക്ഷനുകൾ മാത്രമാണ് അതിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഓക്സിലറി സപ്ലൈ, അതായത് ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ACO അല്ലെങ്കിൽ DCO ആയിട്ടുള്ള ഓക്സിലറി സപ്ലൈ, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഓക്സിലറി സപ്ലൈ. 2 എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മുടെ എർത്ത് ലീക്കേജ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന CBCT കണക്ട് ചെയ്യുന്നത്, അതായത് കോർ ബാലൻസ് CT കണക്ട് ചെയ്യാനുള്ള S1 S2 എന്ന് പറയുന്ന ഈ 2 ടെർമിനൽസ്. 3 എന്ന് പറയുന്നത് ഒരു റിലേ, അതായത് ട്രിപ്പിംഗ് റിലേ. നമുക്കറിയാം ഇപ്പോൾ ട്രിപ്പിംഗ് റിലേക്കകത്ത് നമുക്ക് ഒരു NO കോണ്ടാക്റ്റും കാണും, ഒരു NC കോണ്ടാക്റ്റും കാണും, ഒരു കോമൺ കോണ്ടാക്റ്റും കാണും. അപ്പോൾ ഇത്രയും കണക്ഷനാണ് ഒരു സാധാരണ ഒരു നമ്മുടെ ഒരു ELR പ്രവർത്തിക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ്റെ ഒരു രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഓക്സിലറി സപ്ലൈ, അതായത് ഇപ്പോൾ 24 വോൾട്ടിൻ്റെ DC ആണെന്നുണ്ടെങ്കിൽ 24 വോൾട്ടിൻ്റെ DC, അല്ലെങ്കിൽ 230 വോൾട്ട് AC ആണെങ്കിൽ 230 വോൾട്ട് AC കൊടുക്കുന്നു. അതിനുശേഷം അതിൽ നിന്ന് തന്നെ ലൂപ്പ് ചെയ്ത ഒരു പോസിറ്റീവ് കണക്ഷൻ ലൂപ്പ് ചെയ്ത് നമ്മളുടെ ട്രിപ്പിംഗ് റിലേയുടെ കോമണിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം NOയിൽ നിന്ന്, അതായത് നോർമലി ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഒരു കോണ്ടാക്റ്റിൽ ആ ഒരു ടെർമിനലിൽ നിന്ന് എടുത്ത് നമ്മുടെ ബ്രേക്കറിൻ്റെ ട്രിപ്പിംഗ് കോയിലേക്ക് കൊടുക്കുന്നു. ആ ബ്രേക്കറിൻ്റെ ട്രിപ്പിംഗ് കോയിലിനുള്ള അടുത്തൊരു കണക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആ 24 വോൾട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ ന്യൂട്രൽ വോൾട്ടേജും നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇത്രയും. പിന്നീട് അത് അടുത്തതായിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഞാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ S1 S2 നമ്മളുടെ CBC. അപ്പോൾ ഇത്രയും കണക്ഷനും കൊടുക്കുന്നു. പിന്നീട് നമ്മളുടെ ELRൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള വാല്യൂസ്, നമ്മൾ എത്ര കറണ്ടിലാണോ ട്രിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ എത്രാമത്തെ സെക്കൻഡിലാണ് ഇത് ട്രിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇത് രണ്ടും കൂടെ കൊടുത്തതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ELR വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രത്തോളം സിമ്പിളായിട്ടുള്ളതും എന്നാൽ ഒരുപാട് ഉപയോഗങ്ങളുമുള്ള ഒരു ഡിവൈസാണ് ELR എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള പാനലുകളിലും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ലോഡുകളൊക്കെ ഉപയോഗിക്കുന്ന, ഒരുപാട് മോട്ടോഴ്സൊക്കെ ഉപയോഗിക്കുന്ന, നമുക്ക് ഈ ഇത്തരത്തിൽ ലീക്കേജ് കറണ്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള പല ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലുമാണ് നമ്മൾ ELR ഉപയോഗിക്കുന്നത്. നമ്മൾ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്കൊന്നും പ്രധാനമായും ഇത്തരത്തിലുള്ള ELRകൾ ഉപയോഗിക്കില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ RCCB ആണ്. ഇപ്പോൾ പിന്നെ ഞാൻ ഈ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ELR ഫോൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു ഓണാക്കാൻ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി എന്ന്. സത്യത്തിൽ ആ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതിയെങ്കിൽ പോലും അതിനൊരു പ്രൊസീജിയർ പോലുമുണ്ട്. അതായത് ചുമ്മാ നമുക്ക് പോയി ഈ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം ELR നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഹൈ ലോഡുള്ള ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെയാണ്. അപ്പോൾ ELRൻ്റെ പ്രധാനമായിട്ടുള്ള സപ്ലൈ അല്ലെങ്കിൽ ഇത് VCBയിലേക്കുള്ള കണക്ഷനൊക്കെ വരുന്നതെന്ന് പറയുന്നത് UG അണ്ടർഗ്രൗണ്ട് കേബിളുകളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ELR ട്രിപ്പാകുക എന്നതിനർത്ഥം ഈ അണ്ടർഗ്രൗണ്ട് കേബിളുകൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഈ പാനലുകൾക്കകത്തോ അത്രത്തെ നല്ലൊരു രീതിയിലുള്ള എർത്ത് ഫോൾട്ട് ഉണ്ടായി എന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ELR ഫോൾട്ടിൽ ഡിറ്റക്റ്റ് ചെയ്ത് ട്രിപ്പാക്കുന്ന ഒരു സമയത്ത് കൃത്യമായി നമ്മളൊരു ഫിസിക്കലി വെരിഫിക്കേഷൻ നടക്കണം. നമ്മളുടെ ഈ ഒരു പാനലിൻ്റെ അകത്തും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കേബിൾ പോകുന്ന റൂട്ടിൻ്റെ അകത്തും അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു വർക്കുകളോ അല്ലെങ്കിൽ ഫിസിക്കലി ഈ കേബിളുകൾക്കോ അല്ലെങ്കിൽ പാനലുകൾക്കോ ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതിന് ശേഷം, അത് ഇൻഫർമേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ELRനെ റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾട്ട് പ്രസൻ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ELR എന്ന ഒരു ഡിവൈസിൻ്റെ ഒരു ഓവറായിട്ടുള്ള ഒരു ബേസിക് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിലൊന്ന് രേഖപ്പെടുത്തുക.